നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ആദരസൂചകമായി പ്രത്യേക സ്റ്റാമ്പുകൾ പുറത്തിറക്കി ഇന്തോനേഷ്യ. സെപ്റ്റംബർ 2-ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയവും സർക്കാർ ഉടമസ്ഥതയിലുള്ള PT പോസ്റ്റ് ഇന്തോനേഷ്യയും ചേർന്നാണ് ജക്കാർത്തയിൽ വെച്ച് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിനായി സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ഇന്തോനേഷ്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന വലിയ ബഹുമതിയാണെന്ന് ജക്കാർത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഇഗ്നേഷ്യസ് സുഹാരിയോ പറഞ്ഞു. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ 11 രാഷ്ട്രതലവന്മാർക്ക് ആശംസകൾ അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. റോമിൽ നിന്ന് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്കുള്ള യാത്രാവേളയിലാണ് പാപ്പ ടെലഗ്രാമിലൂടെ സന്ദേശം അയച്ചത്. അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളുടെയും വ്യോമയാന മേഖലയിലൂടെ കടന്നുപോകുമ്പോൾ പാപ്പ സന്ദേശം അയക്കുന്നത് പതിവാണ്. സർവശക്തനായ ദൈവം ഇന്ത്യക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 8 ഞായറാഴ്ച ജാഗ്രത ദിനമായി ആചരിക്കും. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പുതിയ ESA വിജ്ഞാപനത്തിലുള്ള ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുന്ന വില്ലേജുകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ജാഗ്രതാ ദിനം ആചരിക്കുന്നത്. അന്നേ ദിവസം എല്ലാ യൂണിറ്റുകളിലും ഈ വിഷയങ്ങളിൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുമെന്നും നിവേദനങ്ങൾ സമർപ്പിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച 11 വയസ്സുകാരൻ മറ്റേയോ ഗോമസ് എന്ന കുട്ടിയുടെ ജേഴ്സിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ചു. ഇന്തോനേഷ്യയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടയിൽ ഒരു മാധ്യമ പ്രവർത്തകയിലൂടെയാണ് മാർപ്പാപ്പയുടെ കൈകളിലേക്ക് ജേഴ്സി എത്തിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18-നായിരുന്നു സ്പെയിനിനെ ആകെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ മുഖം മറച്ചെത്തിയ കൊലയാളി കുട്ടിയെ 12 തവണ കുത്തുകയായിരുന്നു. വെളുത്ത അക്ഷരങ്ങളിൽ മെറ്റേയോയുടെ പേരെഴുതി ചേർത്തിരിക്കുന്ന സോക്കർ ടീം ജേഴ്സിയിലാണ് പാപ്പ ഒപ്പുവെച്ചത്. വത്തിക്കാനിലെ കോപ്പിന്റെ ലേഖിക സ്പെയിൻകാരിയായ ഇവ ഫെർണാണ്ടസ് ആണ് കുടുംബത്തിനു വേണ്ടി കുപ്പായം പരിശുദ്ധ പിതാവിന് സമർപ്പിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമപ്രവർത്തക പാപ്പയോട് വിവരിക്കുകയും ചെയ്തു. നിക്കരാഗുവയിൽ ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും ക്രൈസ്തവർക്കെതിരെയുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ ക്രൂരത വീണ്ടും. വിദേശ വൈദികരെയും സന്യസ്തരെയും രാജ്യത്ത് നിന്ന് നാടുകടത്തി. നിക്കരാഗുവൻ അഭിഭാഷകയും ഗവേഷകയുമായ മാർത്ത പെട്രീഷ്യ മൊലീനായാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിദേശ മിഷണറിമാരായ വൈദികരെയും സന്യസ്തരെയും വിളിച്ചുകൂട്ടി. അതിനുശേഷം ഭരണകൂടത്തിന്റെ ഒരു പ്രബോധന വീഡിയോ അവരെ കാണിച്ചു. അതിനുശേഷമാണ് അവർക്കെതിരെ നടപടികളെടുത്തതെന്ന് മാർത്ത കൂട്ടിച്ചേർത്തു. ആഗസ്റ്റ് 15-ന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ നിക്കരാഗുവൻ സ്വേച്ഛാധിപത്യം നടത്തിയ 870 ആക്രമണങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ 45ാമത് അപ്പോസ്തോലിക സന്ദർശനം ആഗോള സഭയ്ക്ക് മുഴുവനായി പ്രത്യാശയുടെ കിരണം പ്രദാനം ചെയ്യുന്നുവെന്ന് കാരിത്താസ് സംഘടന. മാർപ്പാപ്പ സന്ദർശിക്കുന്ന ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളിൽ ആസ്ട്രേലിയൻ കാരിത്താസ് സംഘടന ചെയ്യുന്ന നിരവധി ഉപവിപ്രവർത്തനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സംഘടന നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കാരിത്താസ് ഇന്റർനാഷണൽ കോൺഫെഡറേഷന്റെ ഭാഗമാണ് കാരിത്താസ് ഓസ്ട്രേലിയ. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ കത്തോലിക്കരായ സഭാംഗങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയെ സംഘടന പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പാപ്പുവ ന്യൂഗിനിയയിൽ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്നവരുടെ ഉന്നമനത്തിനായി സംഘടന ഏറെ പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.